അപ്പോൾ നമ്മൾ ആദ്യം പോകുന്ന വാർത്ത നമ്മളെയൊക്കെ പറ്റിച്ച് ഇവിടെ നമുക്കൊപ്പമൊക്കെ കറങ്ങി നടന്ന ഒരു ഹോളിവുഡ് നടനെ കുറിച്ചുള്ള ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. നമ്മളെ പറ്റിച്ചെന്ന് വെച്ചാൽ നമ്മളെ ഒന്നും അറിയിക്കാതെ ഇവിടെ കൊച്ചി കാണാനെത്തിയ ഒരു ലോകപ്രശസ്ത നടനെ കുറിച്ചുള്ള വാർത്തയിലേക്കാണ് പോകുന്നത്. പറഞ്ഞു വരുന്നത് ഹോളിവുഡ് നടനും നിർമ്മാതാവുമായ മൈക്കൽ ഡഗ്ലസിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകളുണ്ട്. കൊച്ചിയെക്കുറിച്ച് അറിയാത്തവരാരുണ്ട് എന്നൊരു വാക്ക്. അത് നമ്മളെയൊക്കെ അഭിമാനം കൊള്ളിക്കുന്ന വാക്കുകൾ കൂടിയാണല്ലേ. ഇപ്പൊ എന്താണെങ്കിലും കഴിഞ്ഞ ദിവസമാണ് എറണാകുളം ജൂത സിനഗോഗിൽ ഡഗ്ലസും കുടുംബവുമൊക്കെ ഒരു മിന്നൽ സന്ദർശനം നടത്തിയത്. സിനിമാ ഫ്രെയിമിലൂടെ ലോകപ്രശസ്തനായ മൈക്കൽ ഡഗ്ലസ് എറണാകുളത്ത് തെരുവിലൂടെ ഒരു സാധാരണക്കാരനായി നടന്നു. കൂടെ ഭാര്യ കാതറിൻ സീറ്റ ജോൺസും മക്കളായ ഡിലൻ ഡഗ്ലസും കാരിസ് സീറ്റയും. തികച്ചും സ്വകാര്യ സന്ദർശനത്തിൽ അതിലേറെ സാധാരണക്കാരനായിട്ടായിരുന്നു അവർ എറണാകുളം ജൂത സിനഗോഗിലെത്തിയത്. സിനഗോഗിൽ കുടുംബത്തിനൊപ്പം പ്രാർത്ഥന. കൊച്ചിയിലെ ജൂതനായ ഏലിയാസ് ജോസഫായി പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു. നക്ഷത്ര കുടുംബത്തിന്റെ സാധാരണ സന്ദർശനത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മാധ്യമപ്രവർത്തകനായ സിറാജ് കാസിം. വളരെ യാദൃശ്യമായാണ് ഞാനത് അറിഞ്ഞത്. വളരെ സ്വകാര്യമായ ഒരു സന്ദർശനമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു സാധാരണക്കാരനായിട്ടാണ് അദ്ദേഹം എത്തിയത്. കൊച്ചിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സിനിമാ സ്റ്റൈലിലായിരുന്നു ഡഗ്ലസിന്റെ മറുപടി. കൊച്ചി ആർക്കാണ് അറിയാത്തതെന്നാണ് അദ്ദേഹം കൂടി ചോദിച്ചത്. വളരെ ഇതായിട്ടുള്ള കൊച്ചിയെ പറ്റി കേട്ടിട്ടുള്ള ഒരു ആളാണ്. പക്ഷേ ആദ്യമായിട്ടാണ് അദ്ദേഹം കൊച്ചിയിൽ വരുന്നത്. കൊച്ചിയിലേക്ക് വീണ്ടും വരുമോ എന്ന ചോദ്യത്തിന് ഒരു ചിരി ഉത്തരമായി. ഇനി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചു, വേറൊന്നും പറഞ്ഞില്ല. ഒരു ചിരിയിൽ അദ്ദേഹം ആ മറുപടി എല്ലാം ഒതുക്കിയ. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സ്വീകരിച്ച ശേഷം തഞ്ചാവൂർ, കൂർഗ്, മാലിദ്വീപ് എന്നിവിടങ്ങളിലെ സന്ദർശനത്തിന് ശേഷമായിരുന്നു ഡഗ്ലസും കുടുംബവും കൊച്ചിയിലെത്തിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. മാതൃഭൂമിയുടെ ചീഫ് റിപ്പോർട്ടറായ സിറാജ് കാസിമാണ് നമുക്കൊപ്പം ചേർന്നത്. സിറാജ്, ഈ നമ്മുടെ മൈക്കൽ ഡഗ്ലസ് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഹോളിവുഡിനെ അത്രയും വലിയൊരു രീതിയിൽ പിടിച്ചു കുലുക്കിയ ലോക സിനിമ ആസ്വാദകരുടെയൊക്കെ മനസ്സിൽ അത്രത്തോളം ആഴത്തിൽ ഇടം നേടിയ ഒരു നടനും അതുപോലെ നിർമ്മാതാവും ഒക്കെയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വന്ന് അതും കൊച്ചിയെക്കുറിച്ച് അറിയാത്തവർ ആരുണ്ട് എന്നൊരു ചോദ്യമൊക്കെ ഇട്ട് അങ്ങനെ ഒരു പ്രസ്താവനയൊക്കെ നടത്തി ഇവിടെ നമുക്കൊപ്പം ചുറ്റിക്കറങ്ങി നടന്നത്. എങ്ങനെയായിരുന്നു അദ്ദേഹവുമായുള്ള ഒരു കണ്ടുമുട്ടലും അതുപോലെ അദ്ദേഹവുമായുള്ള ഒരു സംഭാഷണവും ഒക്കെ? ആ നിമിഷങ്ങൾ എങ്ങനെയായിരുന്നു? ലോട്ടറി എടുക്കുമ്പോൾ ബമ്പർ അടിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു ബമ്പറായിരുന്നു അത്. നമ്മൾ എടുക്കുന്ന ലോട്ടറികൾ പലതും അടിക്കാതെ പോകുന്ന കുറേ ലോട്ടറികൾ. ചില വാർത്തകൾ അങ്ങനെയാണ്. നമ്മൾ എല്ലാ വാർത്തകൾക്കും ശ്രമിക്കും, ചില വാർത്തകൾ കിട്ടും, ചിലത് കിട്ടാതെ പോകും. പക്ഷേ ബമ്പർ അടിക്കുന്ന എന്ന് പറയുന്ന പോലെ തന്നെയായിരുന്നു ഈ ഒരു വാർത്ത. കാരണം മൈക്കൽ ഡഗ്ലസ് അമേരിക്കക്കാരനായ ഹോളിവുഡിലെ ഇതിഹാസ നടൻ, നിർമ്മാതാവ്, അങ്ങനെ ഒരുപാട് പ്രശസ്തനായ ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യ കാതറീന നടിയാണ്. ഒരു താരപ്രശസ്തമായൊരു കുടുംബം, ഒരു നക്ഷത്ര കുടുംബം തന്നെ. അവർ ഭാര്യ, ഭർത്താവ്, 2 മക്കൾ കൊച്ചിയിൽ വന്ന്, അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ വന്ന് ആരും അറിയാതെ കറങ്ങി നടക്കുക. ശതകോടീശ്വരനായ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് എന്താ പറയുക, ഒരു സമാധാനം, വേദനിക്കുന്ന കോടീശ്വരൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ മമ്മൂട്ടിയുടെ അഴകിയ രാവണനിലെ ഡയലോഗ് കടമെടുത്ത് പറയുകയാണെങ്കിൽ ഒരു വേദനിക്കുന്ന കോടീശ്വരൻ. അദ്ദേഹം ആ വേദനയൊക്കെ മറക്കാൻ വേണ്ടി ആരും അറിയാതെ ഇവിടെ നിന്ന് കറങ്ങി നടക്കാൻ വന്നതാണ്. പക്ഷേ ഒരു വാർത്ത എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടെ വന്നാൽ അത് വായനക്കാരിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് ഏതൊരു മാധ്യമപ്രവർത്തകൻ്റെയും ചുമതലയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വരവ് അതീവ രഹസ്യമായിട്ടായിരുന്നു. അധികം ആർക്കും അറിയില്ല. ട്രാവൽ ഏജൻസിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം. പക്ഷേ വളരെ ഭാഗ്യവശാൽ, എൻ്റെ ഭാഗ്യവശാൽ, ആ സിനഗോഗിലെ ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. ആ സുഹൃത്താണ് പറഞ്ഞത് ഒരു സെലിബ്രിറ്റി വരുന്നുണ്ട്. അദ്ദേഹത്തിനും അപ്പോൾ അറിയില്ലായിരുന്നു വരുന്നത് മൈക്കൽ ഡഗ്ലസ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു. ഒരു സെലിബ്രിറ്റി മാത്രമെന്നാണ് ട്രാവൽ ഏജൻസി അദ്ദേഹത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് എന്തോ ഒരു സൂചന കിട്ടി. അപ്പോൾ അത് പ്രകാരം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ആകാം എന്ന്. അത് കേൾക്കേണ്ട താമസം ഞാൻ അങ്ങോട്ട് പോയി. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത് വരുന്ന സമയം അറിയിക്കാം 1 മണിക്കൂർ മുമ്പെന്നാണ്. പക്ഷേ ഞാനത് കാത്തു നിൽക്കാതെ അങ്ങോട്ട് പോയി. ചെന്നപ്പോൾ സിനഗോഗ് അടച്ചിട്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായി അതിൻ്റെ അകത്ത് ആളുണ്ട്. അപ്പോൾ അവിടെ ഒരു പോലീസുകാരൻ ഇരിപ്പുണ്ട്. പക്ഷേ ഞാൻ വളരെ ഇന്നസെൻ്റൊക്കെ നടക്കുന്ന പോലെ വളരെ ധൈര്യമൊക്കെ അഭിനയിച്ച് വളരെ ഇതായിട്ട് കൂളായിട്ട് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. പോലീസുകാരൻ വിചാരിച്ചു ഞാൻ അവരുടെ കൂടെ വന്ന ഒരാളാണെന്ന്. അകത്ത് ചെന്ന് നോക്കുമ്പോൾ മൈക്കൽ ഡഗ്ലസ്, ഭാര്യ, 2 മക്കൾ, ആതിഥേയനായ ഈ ജോസഫായി, ഏലിയാസ് ജോസഫായി ഉണ്ട്, വേറെ 1-2 പേർ, അങ്ങനെ 6-7 പേർ മാത്രം.
അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് അവിടെ നിന്നു. അപ്പോൾ അദ്ദേഹം മൈക്കിൾ ഡഗ്ലസ് എന്നെ നോക്കി ആദ്യം. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഞാൻ ഇവിടുത്തെ ആരെങ്കിലും ആയിരിക്കുമെന്ന്. അങ്ങനെ വിചാരിച്ചു. ഞാൻ പതുക്കെ അങ്ങനെ നിന്നു. പതുക്കെ അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഞാൻ അവിടെ പതുങ്ങി അങ്ങനെ നിന്നു. പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ തൊപ്പി, കിപ്പ എന്ന് പറയുന്നൊരു തൊപ്പിയുണ്ട്, അദ്ദേഹം ജൂത തൊപ്പി ഉള്ള ആ തൊപ്പി പെട്ടെന്ന് അദ്ദേഹം സ്കിപ്പായിട്ട് ഇവിടെ വീട് കഴിഞ്ഞ് പോയി. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് എടുത്തു കൊടുത്തു. അപ്പോൾ ഒരു സൗഹൃദം അതായി. പിന്നെ അദ്ദേഹം സംസാരിച്ച കൂട്ടത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഫോൺ നീട്ടിക്കൊണ്ട് ഒരു ഫോട്ടോ എടുത്തു തരാമെന്ന് ചോദിച്ചു. സത്യത്തിൽ അത് വലിയൊരു അവസരമായിരുന്നു. ചാടി വീണു ഞാൻ അതിലേക്ക് പെട്ടെന്ന് തന്നെ. ശരി സിരാജ്, എന്താണെങ്കിലും ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ലോട്ടറി എടുത്തു, അടിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ലോട്ടറി എടുത്ത് അതൊരു ബമ്പറിലേക്ക് പോയി വീഴുന്ന ഒരു സംഭവം പോലെ തന്നെയായി കേട്ടപ്പോൾ എനിക്കും ഫീൽ ചെയ്യുന്നത്. കാരണം ഡഗ്ലസിന്റെ ഒക്കെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഏതൊരു ചലച്ചിത്ര ആസ്വാദകനെയും സംബന്ധിച്ച്, സിനിമാ പ്രേമിയെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു ഭാഗ്യം അത് സിറാജിനും കിട്ടിയല്ലോ. അപ്പോൾ അതിൽ ഞങ്ങൾക്കും സന്തോഷം. ശരി സിറാജ്,